ഫ്രണ്ട്സ് എല്ലാവർക്കും ലിവാൻ കെയറിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഞാൻ സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറിയൊരു കുരു പോലെയൊക്കെ വന്നു. അത് സ്റ്റോപ്പ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഭയങ്കര ചൂടാണ്. കോട്ടയത്തെ അപേക്ഷിച്ച് ഇവിടെയാണ് ചൂട് കൂടുതൽ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവിടെ എനിക്ക് കുറച്ച് കുരുക്കൾ ഇങ്ങനെ വന്നതായതുണ്ട്. അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാം മാറി. ഞാൻ ഫേസിൽ ഒരു മേക്കപ്പോ ക്രീമോ സിറമോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ബെയർ ഫേസാണ് കേട്ടോ. അപ്പോൾ ലിപ്സിൽ നമ്മുടെ താംബ്രോസ്റ്റ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു തരിതരി പോലെയുള്ള സംഭവം പോകാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് ഏലാദി ക്രീമായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ക്രീമിനെ പറ്റി ഒന്ന് പറയാമോ എന്നൊക്കെ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസും കൂടിയുള്ള അപ്ഡേറ്റ് ആണിത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏലാദി ക്രീം. കോട്ടക്കലിൻ്റെ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് 55 രൂപയേ ഉള്ളൂ കേട്ടോ, 55 രൂപയേ ഉള്ളൂ. 3 ഇയേഴ്സോളം എക്സ്പയറി ഉണ്ട്, അത്രയൊന്നും ഇരിക്കത്തില്ല. ഇത് നമുക്ക് ശരിക്കും ഇതുപോലെയുള്ള അലർജി പോലുള്ള കാര്യങ്ങൾക്ക്, ചൂടുകുരു, ഇങ്ങനത്തെ തരിതരി പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ ഫൈസ തേച്ചിട്ടൊക്കെ റിയാക്ഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻസോ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഏലാദി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 ഗ്രാമാണ്. 25 ഗ്രാമിനാണ് ഈ ഒരു 55 രൂപ എന്ന് പറയുന്നത്. ഇത് വലിയ വിലയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വിവാ ക്രീമിന് 65 രൂപയായിരുന്നു, ഇതിന് 55. കോട്ടക്കലിൻ്റെ പ്രോഡക്റ്റാണിത്. ഇത് കോട്ടക്കലിൻ്റെ എല്ലാ ഷോറൂമുകളിലും കിട്ടും. ഇനിയിപ്പോൾ തൃപ്രയാർ ഭാഗത്തുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃപ്രയാർ സെൻറ്ററിൽ സിഗ്നൽ ഉണ്ടല്ലോ, സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോട്ടക്കൽ ആയുർവേദശാല ഷോപ്പുണ്ട്. അവിടെ ഈ ക്രീം കിട്ടും. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ കോട്ടയത്ത് നിന്ന് വാങ്ങിച്ചതെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ കടയിലുണ്ട് ഇവിടെ തൃപ്രയാർ ഭാഗത്ത്. പിന്നെ ഇത് ചില മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടാറുണ്ട്, ആയുർവേദ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളിലും കിട്ടാറുണ്ട്. ഇത് മിക്കയിടത്തും അവൈലബിൾ ആണ്. നിങ്ങളിത് ഓൺലൈനിൽ കിട്ടും, പക്ഷേ ഓൺലൈനിൽ വാങ്ങിക്കേണ്ട, എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും, നിങ്ങൾ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് രാത്രി കിടക്കുന്ന ടൈമിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക, നല്ല ക്ലീനാക്കി വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കടലമാവോ പയറുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുകയോ ചെയ്യരുത്, ഫേസിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഫേസ് വാഷ് ആണെങ്കിൽ പോലും ഡെയിലി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ പുറത്തൊക്കെ പോയി ഒരുപാട് ഡസ്റ്റും പൊടിയും വേർപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുകയേ ചെയ്യരുത്. നമ്മുടെ ഫേസിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടും, അതുറപ്പാണ്. പിന്നെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് ഹിമാലയയുടെ. അത് നല്ലതാണ്, പക്ഷേ എന്നാലും ഡെയിലി വേണ്ട, ഞാനങ്ങനെ പറയുള്ളൂ. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ പിരികൊക്കെ വളർന്നിരിക്കുകയാണ്, നിങ്ങൾ ആരും കണ്ട് ഞെട്ടരുത് കേട്ടോ. അപ്പോൾ ഇത് അപ്പോൾ ഏലാദിയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, നിങ്ങളിതിപ്പോൾ രാത്രിയാണ് അപ്ലൈ ചെയ്തിട്ട് കിടക്കേണ്ടത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെയും അത് വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കടലമാവോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ പിന്നെ ഓട്സിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, അതിട്ടും നമുക്ക് വാഷ് ചെയ്യാം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ കുറേ നാൾ മുന്നേ, കുറേ ഇയേഴ്സിന് മുന്നേ ഈ ഏലാദിക്ക് ഈ ഒരു കളർ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ആ സമയത്ത് തേച്ചിട്ട് സ്കിൻ ടോണിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് തേച്ചിട്ട് അവൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കിൻ ടോണിൽ. അപ്പോൾ പലരുടെയും ആ ഒരു സ്കിൻ ടൈപ്പിനനുസരിച്ചാണ്. ചിലവർക്ക് സ്കിൻ വൈറ്റനിങ് ഉണ്ടാവും, ചിലവർക്ക് സ്കിന്നിൻ്റെ ഇൻഫെക്ഷനൊക്കെ ക്യൂർ ചെയ്ത് പോകത്തേ ഉള്ളൂ, ഒരുപാട് വൈറ്റനിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ്, എനിക്ക് ഒരുപാട് വൈറ്റനിങ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് എല്ലാ സാധനങ്ങളും അങ്ങനെ കറക്റ്റ് ഒരു റിസൾട്ട് തരാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കണ്ടോ, നേരത്തെ നമ്മുടെ ഏലാദി ചൂർണത്തിൻ്റെ ഒരു ലൈറ്റ് കളർ പോലെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. ഇത് ഈ ഒരു കട്ടൻ്റെ കളർ കണ്ടോ, ഇതിൻ്റെ വളരെ ലൈറ്റ് കളറ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി കളറാണ്. വെള്ളയാണ് കേട്ടോ, വെള്ളയാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ജെല്ല് പോലെ ഇരിക്കും കണ്ടോ, നല്ല രസമാണ്.
കാണാൻ നല്ലൊരു സൂപ്പറാണ് ഈ ഒരു ക്രീം കാണാൻ. അകത്തെ സംഭവം ഉണ്ടോ, വൈറ്റ് കളറാണ്, പക്ഷേ ജെല്ല് പോലെ ഇരിക്കും, പക്ഷെ നല്ല തിക്കാണ്. നമ്മുടെ ഏലാദി തൈലം ഉണ്ടല്ലോ, ഏലാദി തൈലത്തിൻ്റെ അതേ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ ഏലാദി കേര തൈലം ഉപയോഗിച്ചിട്ടാണ്, ഏലാദി കേര തൈലമാണ് ഇതിൻ്റെ കൂടുതൽ കണ്ടൻറ്റും. പിന്നെ ക്രീം ബേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻസ് എന്ന് പറയുന്നത്. ഇതിൽ വേറെ എന്താ പ്രിസർവേറ്റീവ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തതായിട്ടില്ല. പിന്നെ ഇതിൻ്റെ കവർ ഉണ്ടായിരുന്നു, ഞാനിതിപ്പോൾ റിക്വസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് വീണ്ടും ഇട്ടതാണ്. ഇതിൻ്റെ കവറ് മിസ്സായി പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ വാങ്ങിക്കുന്ന മിക്ക സാധനങ്ങളുടെയും കവർ എൻ്റെ മോന് കളിക്കാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇത് മിസ്സായിപ്പോയി. ഇത് ഒരുപാട് നാളായി വാങ്ങിച്ച് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിൽ ഒരു അലർജിയൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണാറുണ്ട് സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ജെല്ല് പോലെ ഇരിക്കും, പക്ഷേ നല്ല തിക്കായിട്ടുള്ളതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിലി കണ്ടൻ്റ് ആയിരിക്കും മുഖത്ത് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വളരെ ആയുർവേദിക് ആയിട്ടുള്ള ആ ഏലാദി തൈലം ഇല്ലേ, എക്സാക്റ്റ് അതിൻ്റെ തന്നെ സ്മെല്ലാണ്. ഇനിയിപ്പോൾ ഏലാദി തൈലം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഏലാദി കേര തൈലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ നമ്മുടെ സ്കിൻ വളരെയധികം മൈൽഡ് അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അത് വേറൊരു കാര്യം. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനമാണ് ഏലാദി തൈലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഏലാദി ക്രീമും. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, കണ്ടോ. കയ്യിലൊക്കെ നിറയാൻ വരയും കുറി അധ്വാനിക്കുന്ന കൈയാണേ, അതുകൊണ്ട് കണ്ടോ. വൈറ്റ് ജെല്ലാണ്, തിക്ക് ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എനിക്കിവിടെയാണ് ഒരു തരിതരി പോലെ വന്നത് കേട്ടോ. വന്നപ്പോൾ ഞാനിവിടെ ആ ഭാഗത്താണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഒരു എണ്ണ തേച്ച ആ ഒരു അതേ ഫീലിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ കണ്ണിൽ പോകാതെ നോക്കണേ. കണ്ണിൽ ചിലപ്പോൾ ഒരുപാട് ചൂടുള്ള ടൈമാണെങ്കിൽ കണ്ണിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യുക. കണ്ടോ, വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചൂടുകുരുവൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് എന്തെങ്കിലും ക്രീമിൻ്റെ ആണെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് തേച്ചാൽ ഓൾമോസ്റ്റ് ക്യൂർ ആകും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുണ്ടോ, ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഇങ്ങനെ വരും. കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു ഓയിലി ഫോമിൽ തന്നെ ഇരിക്കുള്ളൂ. ഒരുപാട് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഇതാ ജസ്റ്റ് ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ അപ്ലൈ ചെയ്തിരുന്ന വെച്ചാൽ തരി ഉള്ള ഭാഗത്ത് മാത്രമല്ല, ബാക്കി എല്ലായിടത്തുമായിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. രാത്രിയല്ലേ, അപ്പോൾ ഇത് സ്കിന്നിന് ഒരു സൈഡ് എഫക്റ്റും ഉള്ള കാര്യമല്ല. അപ്പോൾ ഇത് ഓയിലിയാണ്, എൻ്റെ സ്കിന്നും ഓയിലിയാണ്. ഓയിലി കുറച്ച് സെൻസിറ്റീവാണ്, പക്ഷേ എനിക്ക് മോക്കുരുവിൻ്റെ പ്രശ്നമേ ഇല്ല. അപ്പോൾ മോക്കുരു ഉള്ള ആൾക്കാർ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഓയിൽ കണ്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മോക്കുരു വരുന്നുണ്ടെങ്കിൽ പകലെങ്ങാനും ഒരു അരമണിക്കൂറെങ്ങാനും ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക. മോക്കുരുവിൻ്റെ പ്രശ്നം ഒരുപാടുള്ള ആൾക്കാർ ഇത് രാത്രി ഇട്ടിട്ട് കിടക്കണ്ട, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് മാറും, അതുറപ്പാണ്. അപ്പോൾ അതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കണ്ടോ. അതായത് ഒരു ഓയിൽ കണ്ടൻറ്റ് പോലെ തന്നെ മുഖത്തിരുന്നോളും. എണ്ണ തേക്കില്ലേ അതുപോലെ തന്നെ ഇരുന്നോളും. ഇത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. കണ്ടോ, കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു തരി പോലുള്ള സംഭവങ്ങളൊക്കെ മാറുന്നത് വരെ ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും സ്കിന്നിന് റിയാക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരോ പിന്നെ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതല്ലാതെ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാം കേട്ടോ. റിങ്കിൾസ് മാറാനായിട്ട്, പിന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഇത് നല്ലൊരു ക്രീമാണ്.
പിന്നെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിനൊക്കെയും നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് കീപ്പ് ചെയ്യും, നല്ലൊരു നറിഷിങ് ഫീൽ നമുക്ക് തരും. ഡ്രൈ സ്കിന്ന്, ഭയങ്കര ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ക്രീം നല്ലതാണ്. റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ട് എൻ്റെ മുഖത്ത് റിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി അല്ലെങ്കിലും ഒന്നരാടമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഇപ്പം എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി, പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു ക്രീം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ എല്ലാതെ ക്രീമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. വലിയ ലെങ്തി വീഡിയോ ആണെങ്കിൽ സോറി കേട്ടോ, നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ എല്ലാതിയുടെ റിവ്യൂ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ ഇന്നത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ചൂടത്ത് ഈ ഒരു ക്രീം ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിയർക്കും. പിന്നെ പകൽ, അതായത് ഭയങ്കര ചൂടുള്ള സമയമില്ല, ആ സമയത്ത് ഈ ക്രീം ഇടരുത് കേട്ടോ. ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ, രാത്രിയൊക്കെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട്. പകൽ ഈ ഒരു ക്രീം ഇട്ടിട്ട് നിങ്ങളാരും പുറത്ത് പോകരുത്. അതായത് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല, സ്കിൻ നന്നായിട്ട് ഡള്ളാവും. അപ്പോൾ എല്ലാവർക്കും ബൈ.